അതിദാരിദ്ര്യർ ഇല്ലത്രേ. ഈ കുരുന്നുകളുടെ ജീവന് ആരുത്തരം പറയും? കേരളത്തെ അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതിൻ്റെ 8ാം ദിവസമാണ് അതിദാരുണമായ ഈ സംഭവം നടക്കുന്നത്. ഇടതു സർക്കാർ 2016 അധികാരത്തിലേറി ആദ്യം നടപ്പാക്കിയ അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് വേണ്ടി ആവിഷ്കരിച്ച ആ ഭവന പദ്ധതിയിലെ നിർമ്മാണം പൂർത്തിയാക്കാത്ത വീടിൻ്റെ ചുവരിടിഞ്ഞ് വീണ് 2 കുട്ടികൾ മരിച്ചു. അട്ടപ്പാടി കരുവാര ഉന്നതിയിലാണ് ഇന്നലെ ആ അപകടം നടന്നത്. വീടിൻ്റെ സൺഷെയ്ഡിൽ കളിക്കുന്നതിനിടെ ഇന്നലെ വൈകിട്ട് 4 മണിക്കായിരുന്നു അപകടം. സഹോദരങ്ങളായ ആദി 7 വയസ്സ്, അജ്നേഷ് 4 വയസ്സ് എന്നിവരാണ് മരിച്ചത്. ഇവരുടെ കൂടെയുണ്ടായിരുന്ന ബന്ധുവായ അഭിനയ എന്ന 6 വയസ്സായ കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു. 8 വർഷമായി ഈ വീട് പണി തീരാതെ കിടക്കുകയായിരുന്നു. പട്ടിണിപ്പാവങ്ങളായ അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് അടച്ചുറപ്പുള്ള ഒരു വീടുണ്ടാക്കി നൽകുവാൻ 2016 ഇടതു സർക്കാർ ആവിഷ്കരിച്ച ITDP പദ്ധതി പ്രകാരം ഉന്നതിയിലെ രമേശിന് അനുവദിച്ച വീടാണ് തകർന്നു വീണ് കുഞ്ഞുങ്ങൾ മരിച്ചത്. 4.6 ലക്ഷം രൂപ അനുവദിച്ചതിൽ 3 ലക്ഷം മാത്രമാണ് ഇതുവരെ ഇവർക്ക് നൽകിയത്. പണമില്ലാത്തതിനെ തുടർന്ന് കഴിഞ്ഞ 8 വർഷക്കാലമായി നിർമ്മാണം നിലച്ചു കിടന്ന ഈ വീടിൻ്റെ സൺഷെയ്ഡ് വാർത്ത കമ്പി കാണുക. കൊടക്കമ്പിക്ക് പോലും ഇതിലും കട്ടി കാണും. ആദിവാസികൾക്കുള്ള ഭവന പദ്ധതി പണം പോലും കൊടുക്കാതെ അതിലും വെട്ടിപ്പ് നടത്തി കൊടുക്കുന്ന നക്കാപ്പിച്ച പണത്തിലും കൃത്രിമത്വം കാട്ടി പണി നടത്തിയത് കൊണ്ടാണ് ഈ അപകടം നടന്നത്. അട്ടപ്പാടി ഉന്നതി മേഖലയിൽ ഇതുപോലെ അപകടാവസ്ഥയിലുള്ള നിരവധി വീടുകൾ ഉണ്ട്. അജയ് ദേവി ദമ്പതികളുടെ മക്കളാണ് മരിച്ച ആദിയും അജ്നേഷും. മുക്കാലിയിൽ നിന്ന് 4 കിലോമീറ്റർ അകലെ ഉൾവനത്തിലാണ് അട്ടപ്പാടി സൈലന്റ് വാലിയോട് ചേർന്നാണ് കരുവാര ഉന്നതി. മൊബൈൽ സിഗ്നൽ ലഭ്യമല്ലാത്ത ഇടമാണ് അപകടം നടന്ന കരുവാര ഉന്നതി. അതിനാൽ തന്നെ അപകട വിവരം പുറത്തറിയുവാൻ വൈകി. അതുകൊണ്ട് തന്നെ അപകടം നടന്നതിന് പിന്നാലെ കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കുവാനും വളരെയേറെ വൈകി. കോൺക്രീറ്റ് സ്ലാബ് ദേഹത്ത് വീണ് എല്ലുകളടക്കം ഒടിഞ്ഞു തകർന്ന കുട്ടികളെ ആദ്യം സ്കൂട്ടറിലാണ് വനംവകുപ്പിൻ്റെ ഓഫീസിലേക്കും പിന്നീട് അവിടെ നിന്ന് വാഹനത്തിൽ ആശുപത്രിയിലേക്കും എത്തിച്ചത്. കുട്ടികളുടെ മൃതദേഹങ്ങൾ കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മരിച്ച 2 കുട്ടികളും സിങ്കര സെയിൻറ്റ് ജോർജ് LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. 2016 ഇടതു സർക്കാർ അനുവദിച്ച വീടാണ് നിർമ്മാണം പൂർത്തിയാവാത്ത അവസ്ഥയിലുണ്ടായിരുന്നത്. കുട്ടികൾ കളിക്കുന്നതിനിടെ വീടിൻ്റെ വാർപ്പ് സ്ലാബ് തകർന്നു വീഴുകയായിരുന്നു. പരിക്കേറ്റ കുട്ടിയെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് വിവരം. മുടുകാഗോത്ര ഉന്നതിയാണ് കരുവാര. അപകടം നടന്ന ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോകുവാൻ വാഹനം കിട്ടിയിരുന്നു എങ്കിൽ മക്കളിൽ ഒരാളുടെയെങ്കിലും ജീവൻ രക്ഷിക്കുവാൻ കഴിയുമായിരുന്നു എന്ന് മരിച്ച കുട്ടികളുടെ അമ്മ ദേവി പറഞ്ഞു. മടിയിൽ വെച്ചപ്പോൾ ഒരു മകന് ജീവനുണ്ടായിരുന്നു. വണ്ടി വിളിച്ചപ്പോൾ കിട്ടിയില്ല. ബൈക്കിലാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. പ്രൊമോട്ടറെയും മെമ്പറെയും വിളിച്ചിട്ടും അവരാരും വന്നില്ലെന്നും ദേവി മാധ്യമങ്ങളോട് പറഞ്ഞു. താഴത്തേക്ക് എത്തിക്കാനൊക്കെ നേരം വൈകിയിരുന്നു. ഉണ്ടായിരുന്നു. ഒരു ചെറിയവൻ അവിടെ തന്നെ പോയി. മറ്റവന് കുറച്ച് ശ്വാസമൊക്കെ വിട്ടു. പക്ഷെ അവിടെ നിന്ന് കൊണ്ടുവന്ന് മടിയിൽ വെച്ചപ്പോൾ ശ്വാസമൊക്കെ വിട്ടു. സംസാരിക്കാനൊക്കെ നോക്കി. അപ്പോൾ വണ്ടി വിളിച്ചിട്ട് ഏത് വണ്ടിയും കിട്ടിയില്ല. അപ്പോൾ സീരിയസ് ആയിരുന്നു. അപ്പോഴേക്കും കുറേ വിളിച്ചു, വണ്ടിക്കാരൊക്കെ വിളിച്ചിട്ട് ഏത് വണ്ടി കിട്ടിയില്ല. ലാസ്റ്റ് അനിയന്മാരുണ്ടായിരുന്നു. അവന്റെ ബൈക്കിൽ കൊടുത്തുവിട്ടാ ഞങ്ങൾ കൊടുത്തിട്ട് പോയി എത്തി. ഹോസ്പിറ്റലിൽ എത്തിയതും അങ്ങനെയാണോ? ഇടയ്ക്കാകുമ്പോ അങ്ങനെ പോയിട്ടുണ്ടാവും. ഒരു അകിളിയൊക്കെ കഴിഞ്ഞപ്പോ 2 പേരും പോയി. പിന്നെ വാഹനം എത്താനുള്ള വൈകിയത് കൊണ്ടാണോ? ഒരാളങ്ങനെ തന്നെ. ഒരാളെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. ഒരാൾ പിന്നെ അവിടെ തന്നെ പോയി. ചെറുത് വലുത് എങ്ങനെങ്കിലും നോക്കായിരുന്നു വണ്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ. അപ്പോഴേക്കും അവിടെ റോഡ് പണിയായിരുന്നു. വണ്ടിയൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ. താഴോട്ട് ഫോണിൽ ബന്ധപ്പെടാൻ റേഞ്ചും ഇല്ല. റേഞ്ചൊക്കെ ഉണ്ട്. വിളിച്ചിട്ട് ഇപ്പൊ വരാം. പിന്നെ പ്രൊമോട്ടറിനൊക്കെ വിളിച്ചു. അപ്പോൾ റേഞ്ചില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. കുറേ വിളിച്ചു പ്രൊമോട്ടറിന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പ്രൊമോട്ടറിന് വീട്ടിലേക്കൊന്നും വരാറില്ല, നോക്കാറില്ല. പിന്നെ ഇന്നലൊക്കെ വിളിച്ചപ്പോൾ കിട്ടിയില്ല, വന്നിട്ടില്ല. നമ്പറൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. മെമ്പർ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലും വന്നത് നോക്കിയിട്ട് പോകും, മാത്രമേ ഉള്ളൂ. അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനത്തെ അവസ്ഥയാണിത്. കിടപ്പാടമില്ലാത്ത ആദിവാസികൾക്കുള്ള ഭവന പദ്ധതിയുടെ പണം പോലും 8 കൊല്ലമായി സർക്കാരിന് കൊടുക്കുവാൻ സാധിക്കുന്നില്ല. നൽകിയ പണം ഇവർ എങ്ങനെ വിനിയോഗിച്ചു എന്ന് മോണിറ്ററിംഗ് സംവിധാനമില്ല. ഒരു അപകടം നടന്നാൽ അത് അറിയിക്കുവാൻ ഒരു കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ഇന്നുവരെ ഇല്ല, വാഹനമില്ല. ബീഹാറിലെ ഉൾഗ്രാമങ്ങൾ പോലും ഇതിലും എത്രയോ ഭേദമാണ്. കേരളത്തിൽ നിന്ന് ദാരിദ്ര്യമില്ലാത്തത് അന്തംകമ്മികൾക്കും
അവരുടെ ആശ്രിതർക്കും മാത്രമാണ്. പണ്ട് ദിനേശ് ബീഡിയും വലിച്ച് ചാരത്തിൽ കിടന്നവന്മാർ വരെ ഇന്ന് കോടീശ്വരന്മാരായി, ദരിദ്രവാസികൾ കോടീശ്വരന്മാരായി എന്ന് പറയാം. അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനം എന്ന് പ്രഖ്യാപിക്കുന്നതിനേക്കാൾ അതിദരിദ്രമില്ലാത്ത അന്തംഗമ്മികളുള്ള സംസ്ഥാനം എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ഏറ്റവും നല്ലത്. ഈ പ്രഖ്യാപന കോമഡി ഷോയ്ക്ക് മോഹൻലാലും കമലഹാസനും അടക്കം എത്തും എന്ന് അവർ പരസ്യം ചെയ്തിരുന്നുവെങ്കിലും അവസാന നിമിഷം അവർ വന്നില്ല. കാരണം പങ്കെടുത്താൽ നാളെ നാറും എന്ന് അറിയാവുന്നത് കൊണ്ടാണ് അവർ പിന്മാറിയത്. എന്നാൽ പങ്കെടുത്തത് സഖാവ് മമ്മൂട്ടി മാത്രമാണ്. മമ്മൂട്ടി ഒരു അന്തംഗമ്മി ആയതുകൊണ്ടും പാർട്ടി ചാനലിൻ്റെ ചെയർമാൻ ആയതുകൊണ്ടും ചേർന്ന് നിന്നാൽ സംസ്ഥാന അവാർഡടക്കം കിട്ടുമെന്നതിനാലാവണം ഈ അപഹാസ്യ പരിപാടിയുടെ പ്രധാനിയായി സഖാവ് മമ്മൂട്ടി പങ്കെടുത്തത്. മമ്മൂട്ടി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇതുപോലെയുള്ള ഉഡായിപ്പ് പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ, ഇത്തരം പരിപാടികളുടെ ചെമ്പ് നാളെ തെളിയുമ്പോൾ നിങ്ങളും നാറും എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്തായാലും ദാരുണമായി മരിച്ചത് അട്ടപ്പാടിയിലെ ആദിവാസി കുട്ടികൾ ആയതുകൊണ്ട് നമ്മുടെ സാംസ്കാരിക നായകളൊന്നും ഈ വിഷയത്തിൽ വാതുറക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഒരു വിവാദവും ആകില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.